സി പി എമ്മിൻ്റെ പ്രതിനിധി ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഔദ്യോഗിക പ്രതിനിധി ഇല്ലാത്തത് നന്നായി. കാരണം രണ്ടുപേർക്കും കൂടി സമയം കൊടുത്ത് നമ്മൾ ബുദ്ധിമുട്ടുണ്ടല്ലോ. അരുൺകുമാർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്റ്റാൻഡ് കൂടി. ഇപ്പോൾ ബി ജെ പിക്ക് ഔദ്യോഗികമായി പ്രതിനിധി ഇല്ല എന്നുള്ള പരാതി ഇല്ല എന്നുള്ള വാദം സ്വാഭാവികമായിട്ടും ബി ജെ പി പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് സി പി എമ്മിൻ്റെ പ്രതിനിധി കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് പറയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇന്ന് കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട ആക്ഷേപം പൊതുമധ്യത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മൗനത്തിലായത് ആ വിഷയത്തെക്കുറിച്ചിട്ട് സി പി എം ആണ്. ബി ജെ പിക്കാർ അതിനെ എതിർത്ത് പ്രതികരിച്ചു. കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകളും ആ കാര്യത്തിൽ പ്രതികരിച്ചു. മാധ്യമങ്ങൾ പ്രതികരിച്ചു. ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് പരസ്യമായിട്ട് പ്രതികരിക്കാത്ത ഒരേ ഒരു പാർട്ടി കേരളത്തിൽ സി പി എം ആണ്, പിണറായി വിജയന്റെ പാർട്ടിയാണ്. അതിന് സമാനമാണ് അരുൺകുമാറിന്റെ ആക്ഷേപവും. അതായത് ഔദ്യോഗികമായി ഒരു പരാതിയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന്. അതിനെനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അദ്ദേഹം പറയുന്നത് കോടതി വിട്ടുകളഞ്ഞ കേസാണ്. കോടതി വിട്ടുകളഞ്ഞ കേസാണെങ്കിൽ പിന്നെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും പാടില്ല. ജിൻഡോ അതിനു മുമ്പ് ഒരു രാഷ്ട്രീയ ചോദ്യം കൂടെ വന്നു, അതും അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാകുമല്ലോ. 25-ാം തീയതി പരാതി, അത് തൊട്ട് മുന്നേ തന്നെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പിന്നീട് ബോംബ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിനുള്ള മറുപടി ജിൻഡോ? അല്ല, ഒന്നാമത്തെ ബോംബ് എന്നുള്ളൊരു വാക്ക് അദ്ദേഹം പറഞ്ഞുവെന്ന് ഞാൻ കണ്ടില്ല. അരുൺകുമാർ പറയട്ടെ. കേരളം ഞെട്ടുന്ന ഒരു വാർത്ത വരും, ഞെട്ടുന്ന പലതും പുറത്തു വരുമെന്ന് പറഞ്ഞത് അത് സത്യമാണ്. കേരളം ഞെട്ടുന്നതാണ്. പക്ഷേ സി പി എമ്മുകാർ മാത്രം ഇത്തരം കാര്യങ്ങൾ ഞെട്ടാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ല. അത് ഈ സി ജെ പി മുന്നണിയുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. കോടതി വിട്ടത് കൊണ്ടാണ് കൃഷ്ണകുമാറിനെ സി പി എമ്മും വിട്ടുകളയുന്നത്. കോടതി വിട്ടുകളഞ്ഞ കേസാണ് സോളാർ കേസ്, അല്ലേ? അപ്പോൾ ഇപ്പോഴും നിങ്ങൾ സോളാർ കേസിന്റെ പേരിൽ മരിച്ചുപോയ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളെ നിങ്ങൾ ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും നിങ്ങളുടെ നേതാക്കന്മാർ പണം ഓഫർ ചെയ്ത് ഗണേഷ് കുമാറിനെ കൊണ്ട് ഇടപെടൽ നടത്തിച്ച് സരിതയുടെ കത്തിന്റെ നീളം കൂട്ടിക്കൊടുത്ത് ഉമ്മൻചാണ്ടിയെ അടക്കം പെടുത്തിക്കൊണ്ട് CBI അന്വേഷണത്തിന് പിണറായി വിജയൻ ശുപാർശ ചെയ്ത ആ സോളാർ കേസ് കോടതി വെറുതെ വിട്ടിട്ടും കോൺഗ്രസ് നേതാക്കന്മാരെ നിങ്ങൾ നിരവധി തവണ ഇപ്പോഴും ആക്ഷേപിക്കുന്നുണ്ടല്ലോ. അത്തരത്തിൽ എന്തുകൊണ്ടാണ് BJP നേതാക്കന്മാർക്കെതിരെ ഒരു വാക്ക് കൊണ്ടുപോലും പ്രതിഷേധിക്കാൻ CPM പ്രതിനിധിക്ക് കഴിയാത്തത്? അത് CJP എന്നുള്ള മുന്നണി രാഷ്ട്രീയത്തിന്റെ മര്യാദയായിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് താങ്കൾ പറഞ്ഞത് പരാതിക്കാരി വേണ്ടത്ര ജാഗ്രതയോടുകൂടി ആദ്യ പരാതി സിവിൽ കേസും മറ്റ് ക്രിമിനൽ കേസും കൊടുത്ത കൂട്ടത്തിൽ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തിയില്ല എന്ന്. ഒരു പരാതിക്കാരിക്ക് ലൈംഗിക അധിക്ഷേപവും അക്രമവും നേരിട്ടതിനെ കുറിച്ചിട്ട് എപ്പോൾ പ്രതികരിക്കണമെന്ന് CPM മാറ്റി ചിന്തിച്ചു തുടങ്ങിയത് കൃഷ്ണകുമാറിന്റെ പരാതി വന്നപ്പോഴാണോ? മുൻപ് ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷൻ CPM എടുത്ത് അണിയുകയാണല്ലോ. ഇപ്പോൾ അങ്ങനെ എങ്ങനെ പറ്റുക? അന്ന് പോലീസിനോട് മൊഴി കൊടുത്തു, അക്കാര്യത്തിൽ വേണ്ടത്ര അതിനനുസരിച്ചുള്ള വകുപ്പിട്ടില്ല എന്ന് പരാതിക്കാരി പറയുന്നു. അതിനുശേഷം BJPയുടെ നേതാക്കന്മാർ RSSന്റെ നേതാക്കന്മാർ സഹായിക്കുമെന്ന് പറഞ്ഞു, സഹായിച്ചില്ല. പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ സഹായം അഭ്യർത്ഥിച്ച് കത്ത് കൊടുത്തു. അങ്ങനെ ഒരു കത്തും പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കത്ത് KPCC പ്രസിഡന്റിന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കൊടുത്തതിന്റെ ഏതെങ്കിലും ഒരു കത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്ഷേപം ഉന്നയിച്ചത്?